ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നമ്മൾ എന്നും ഒരേ രീതിയിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയായത്. അധിക സമയമൊന്നും വേണ്ട, എണ്ണ അധികം വേണ്ട, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം തന്നെ ആദ്യം തന്നെ എടുക്കണേ. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ്റെ കാണിക്കുന്നേ. അതിനുവേണ്ടി പാൻ വെച്ചു. അതിലേക്ക് നമുക്ക് എണ്ണ, വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് വേണേലും ഒഴിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മുടെ തനി നാടൻ സ്റ്റൈലിൽ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അധികം വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കത്തില്ല, ഈ എണ്ണ മാത്രമേ യൂസ് ചെയ്യത്തുള്ളേ. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി. എൻ്റെ അടുത്ത് പലരും പറയുന്ന കറി വെക്കുമ്പോൾ മസാല കരിഞ്ഞതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അത് കാരണം നിങ്ങൾ ഈ മസാലകൾ ഇടുമ്പോൾ ആ മസാലകൾ കരിഞ്ഞു പോകുന്നതാ. അങ്ങനെയുള്ളവർക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാലകൾ ഇടാം. അതിനുശേഷം അതൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓൺ ആക്കാം. അല്ലെങ്കിൽ ചെറു തീയിലിട്ട ശേഷം മസാല ഇടണം. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്ന ഈ ടീസ്പൂൺ ആണ് ഇത്. ഇതിന് 3.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അതേ ടീസ്പൂണിന് 2.5 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുറച്ച് പെരും ജീരകം, ചെറിയ ജീരകമല്ല, അതായത് കറിക്കും തോരനും ഒക്കെ ഇരിക്കുന്ന ചെറിയ ജീരകമല്ല, വലിയ ജീരകം, പെരും ജീരകം. 3/4 ടീസ്പൂൺ ഗരം മസാല ഇപ്പൊ ചേർക്കാം. ബാക്കി നമുക്ക് പിന്നെ ചേർത്താൽ മതി. നമ്മൾ വീട്ടിൽ തന്നെ വറുത്തു പൊടിച്ച ഗരം മസാലയാണ്. ആ മസാല മൂത്ത ശേഷം ഞാൻ 3 സവാള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ഒന്ന് ചേർത്ത്. അപ്പൊ അത് റെക്കോർഡായിട്ടില്ല. സവാള ദേ ഇത്രയും വലിപ്പമുള്ള 3 സവാളയാണ് എടുത്തത്. ഇത് നല്ലപോലെ അങ്ങ് മൂക്കണ്ട, എങ്കിലും ഒന്ന് വയലണം. നമുക്കിതൊന്ന് ഒരു 1-2 മിനിറ്റ് ചെറു തീയിലൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോ ഒരു 2 മിനിറ്റ് ഞാൻ അടച്ചിട്ടതാണ്. നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ടരിഞ്ഞ തക്കാളി, ഈ വലിപ്പമുള്ള 4 തക്കാളിക്ക് എടുത്തേക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. സവാളയുള്ളിയും തക്കാളിയും കൂടി നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വേണ്ട. അതായത് ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തുടയാൻ പരുവത്തിലുള്ള വെള്ളം, അത്രയും കണക്കാക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില വെച്ച് കൊടുക്കാം. മല്ലിയില നല്ലപോലെ വേണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ മല്ലിയില ചവയ്ക്കത്തില്ലേ, അതിന്റെ ടേസ്റ്റ് വേറെ അല്ലേ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നല്ല ടേസ്റ്റ് ആയത്. നല്ല ഒരു പിടി മല്ലിയിലയുണ്ടേ. അതിന്റെ മുറ്റിയ തണ്ട് മാറ്റണം. എന്നിട്ട് നല്ല കിളുന്ത് തണ്ടാണെങ്കിൽ അതും ഇലയും കൂടിയ. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി ഒരു 20 അല്ലിയുണ്ടേ. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒരു വലിയ കഷ്ണം. കാരണം നമ്മള് എക്സ്ട്രാ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല, ഇനി ചേർക്കത്തുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ സാധാ ഒരു ചിക്കൻ കറിക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി നമ്മള് അരച്ചാ ചേർക്കുന്നത്. അപ്പോ വലിയൊരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് മുറിച്ചിട്ടേക്കുക. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എരി കൂടുതലാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. കാരണം നമ്മുടെ ചിക്കനും ഇടണം, അതുകൂടെ കണക്കാക്കി വേണം എരി മനസ്സിലാക്കാൻ. അതല്ല എരി പരുവമാണ്, 2 പച്ചമുളക് ഇട്ടാൽ കുഴപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതില് 2-3 പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിപ്പോ ചേർക്കുന്നില്ല. അതിന്റെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറേശ്ശെ ഇട്ട് ഒതുക്കി അത് അരഞ്ഞ ശേഷം ബാക്കി ഇട്ട് കൊടുത്ത് അങ്ങനെ അരച്ചെടുക്കാമേ. അപ്പം വെള്ളം ആവശ്യമെന്നുണ്ടെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല എന്തായെന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ കണ്ടോ. ഇതുപോലെ എണ്ണ തെളിഞ്ഞ ആ പരുവമാവണം. ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ല പരുവമായി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആ മിക്സി ജാർ കഴുകി ലേശം വെള്ളം, ഒത്തിരി ഒഴിക്കല്ലേ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. ആ വെളുത്തുള്ളി ഇഞ്ചിയും മല്ലിയിലയും എല്ലാം കൂടെ ആയപ്പോ ഒരു സ്പെഷ്യൽ മണമാണ് ഇതിന്റെ. ആ മല്ലിയിലയുടെ പച്ചമണം ഒന്ന് മാറട്ടെ.
ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ പച്ചമണമൊക്കെ മാറി ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലുൾപ്പെടെ എടുക്കാം, എങ്ങനെ വേണേലും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോ 1 കിലോ ഉണ്ട്. മീഡിയം സൈസിൽ കട്ട് ചെയ്യണം, ഒത്തിരി വലുതുമാവണ്ട ഒത്തിരി ചെറുതുമാവണ്ട. ഇനി നമുക്കിത് ഈ ഗ്രേവിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. സാധാ ചിക്കൻ കറിയേക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം സാധാ ചിക്കൻ കറി എന്ന് പറയുന്ന സവാള നന്നായിട്ട് വയണ്ട്, തക്കാളിയൊക്കെ വയണ്ട്, അങ്ങനെയൊക്കെയല്ലേ. ഇത് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, ഉപ്പ്. നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് ഉപ്പ് അതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ. സവാളയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അത് കണക്കാക്കി ഉപ്പിടാവൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ചേർക്കണ്ട, ഈ ഗ്രേവി മതി. പിന്നെ ഒന്ന് ചൂടാവുമ്പോ തന്നെ ചിക്കന്റെ വെള്ളം ഇറങ്ങും. ഇപ്പൊ തന്നെ നല്ല റോസ്റ്റ് ചെയ്ത് വെച്ച പരുവം പോലുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം തീയിൽ അടച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം അടിക്ക് പിടിക്കുന്നുണ്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിക്ക് പിടിക്കില്ല, എങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15-നും 25-നും മിനിറ്റിന് ഇടയ്ക്കുള്ള സമയം. കാരണം അല്പം മുറ്റിയ ചിക്കൻ ആണെങ്കിൽ വേവാൻ സമയമെടുക്കും. ഞാൻ നേരത്തെ ചിക്കന്റെ ഡിഷിലും പറഞ്ഞിട്ടുണ്ട്. അതല്ല കിളുന്ത് ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് വേവും. അപ്പൊ അത് കണക്കാക്കി നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണേ. സാധാ ചിക്കൻ ആണെങ്കിൽ കുറഞ്ഞത് ഒരു 15-20 മിനിറ്റിനിടയ്ക്കുള്ള ടൈം മതി വേവാൻ. മറക്കരുത്, ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ എത്രയും വെള്ളം ഉണ്ടോ? നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തതല്ലേ. ഓഹ്, എന്താ ഒരു മണം. ശരിക്കും പറഞ്ഞാൽ ഈ ചൈനീസ് റെസ്റ്റോറന്റിൽ പോകുമ്പോ ഈ മണമോ വരുന്നേ. ഇപ്പൊ ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞു, 1/4 പകുതി എന്നൊക്കെ പറയാം. ഇനി നമുക്ക് ബാക്കി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അത്രയും മതി മൊത്തത്തില്. നമ്മളാദ്യം 1/4 ടീസ്പൂൺ ചേർത്തില്ലായിരുന്നോ? ഇനി വീണ്ടും അടച്ചു വെക്കാം. നമ്മുടെ കറി നല്ല പരുവമായിട്ടുണ്ട്, നോക്കിക്കേ. നന്നായി കഷ്ണങ്ങളൊക്കെ വെന്ത് എല്ലിൽ നിന്നും വിട്ടു വരാൻ തുടങ്ങി. എണ്ണയൊക്കെ തെളിഞ്ഞ്. ആദ്യം നമ്മൾ ഒഴിച്ച എണ്ണ കണ്ടില്ലേ, വെറും 2-3 ടേബിൾ സ്പൂൺ എണ്ണയെ നമ്മൾ ഒഴിച്ച. ആ എണ്ണ മാത്രമാണ്. നന്നായിട്ട് കുറുകി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിനും നല്ല പെർഫെക്റ്റ് ഒരു കറിയായത്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എന്താ ഒരു ടേസ്റ്റ്. അമ്മോ, കറക്റ്റ് എരിയാണ്. എരി ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഞാൻ എരി കുറച്ചിടാൻ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ജോസാന് ഒട്ടും എരി വേണ്ട. അപ്പൊ അല്പം എരി കൂട്ടുന്നവരാണെങ്കിൽ ഒന്നുകിൽ മുളക് പൊടി ലേശം കൂട്ടാം, അല്ലെങ്കിൽ നമ്മളെ മസാല തയ്യാറാക്കുമ്പോൾ അതിൽ 3-4 പച്ചമുളക് അരയ്ക്കാം. ഇതിപ്പം കൊച്ചു പിള്ളേർക്ക് പോലും കൂട്ടാൻ പറ്റുന്ന എരിയ. ഇത്രയേ ഉള്ളൂ. ഇനി കടുവറക്കൽ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ. ഗ്രേവിയുടെ കൊഴുപ്പ് നോക്കിക്കേ. അപ്പൊ പോയി പൊറോട്ട മേടിച്ചിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടോ എന്തിന്റെ കൂടെ വേണേലും, ചോറിന്റെ കൂടെ, പുലാവ്, ഫ്രൈഡ് റൈസ്, എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദേ എല്ല് വിട്ടു തുടങ്ങി. നമ്മുടെ ലെഗ് കണ്ടില്ലേ, ലെഗിന്റെ ഇത്രയും മാംസം എവിടെയോ പോയി. അപ്പൊ ഇത്രയും മതി, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു പരിപാടികളും ഇല്ല. അടച്ചു വെക്കാം. വളരെ എളുപ്പമല്ലേ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.